നമസ്കാരം. കോൺഗ്രസിൻ്റെ UDFിൻ്റെ വടകര വിജയനായകൻ ഷാഫി പറമ്പിൽ ഈ ഏറ്റവും ലാസ്റ്റ് വടകര എപ്പിസോഡായിട്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ സാറിന് ഈ സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് പോകുന്ന ഒരു കുട്ടികളുടെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ അത്ര ഒരു എക്സൈറ്റ്മെൻ്റാണോ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അൺഎക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷിക്കാതെ നടന്നൊരു സംഭവം ആയതുകൊണ്ട് അതിൻ്റെ ചില സമയത്ത് എക്സൈറ്റ്മെൻറ്റും ചില സമയത്ത് ഈ പറഞ്ഞ പോലെ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില ചിന്തയൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ അവിടെ പോയായിരുന്നു, പാർലമെൻ്ററി പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുത്തു. കോൺഗ്രസിൻ്റെ ആദ്യത്തെ പാർലമെൻ്ററി പാർട്ടി മീറ്റിംഗാണ്. രാജ്യം ആഗ്രഹിച്ച ഒരു തിരിച്ചുവരവിന് ഇന്ത്യ മുന്നണി നേതൃത്വം നൽകുമ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാവരും എഴുതി തള്ളിയെടുത്തുന്നുള്ള വലിയൊരു ശക്തിയുള്ള തിരിച്ചുവരവുണ്ട്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിനൊപ്പം നിൽക്കാൻ വടകരയിലെ ജനമനസ്സ് തീരുമാനിച്ചതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അതേസമയം നിയമസഭയിൽ വന്ന് പിരിഞ്ഞു പോകുമ്പോൾ നിയമസഭ സ്വാഭാവികമായിട്ടും നമ്മളൊരു സംഘടനാ പ്രവർത്തനത്തിൽ നിന്നൊരു ജനപ്രതിനിധി എന്നുള്ളൊരു ലേബൽ ആദ്യമായിട്ട് വരുന്ന ഇവിടെയും നമുക്ക് കിട്ടിയ അവസരങ്ങളും സംസാരിച്ചതും അടിയന്തര പ്രമേയങ്ങളും സബ്മിഷനും കോളിംഗ് അറ്റൻഷനും നിയമനിർമ്മാണത്തിലൊക്കെ ഇടപെട്ട ഒരു സ്ഥലവും ഞാൻ വളരെ കംഫർട്ടബിളായിരുന്ന ഒരു സ്ഥലമാണ് നിയമസഭ. അപ്പം അവിടുന്ന് ഇറങ്ങി വേറൊരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ അതൊരു മാറ്റം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസും ഇവിടുന്ന് കിട്ടിയ ഒരു അറിവും തീർച്ചയായിട്ടും അവിടെയും ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഷാഫി ആദ്യം നിയമസഭയിൽ വന്ന ഷാഫി ആദ്യം MLA സത്യപ്രതിജ്ഞ ദിവസം ഇന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ഇത്രയും കാലത്തെ ഒരു സഭയിൽ സജീവമായൊരു പങ്കാളിത്തവും കഴിഞ്ഞ കാലങ്ങളിൽ അവതരിപ്പിച്ച് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുണ്ടാകുന്ന ഒരു വൈബും ബഹളവും ഇതെല്ലാം പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലൂടെ പോവാണ്. അത് നമ്മളൊരു വേറെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. ശരിക്കും ആരാണ് ഇത് വിളിച്ച് അറിയിച്ചത് വടകരയിലേക്ക് വണ്ടി കയറിക്കോളാൻ? ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ബ്രഹ്മയുഗം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, തിയേറ്ററിലായിരുന്നു. അപ്പോഴാണ് KC വേണുഗോപാലിൻ്റെ കോൾ വരുന്നത്. അപ്പോൾ എനിക്ക് മെസ്സേജാണ് വരുന്നത്, അർജൻറ്റായിട്ട് KCയെ തിരിച്ച് വിളിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ്. അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യം അറിയിക്കാൻ വിളിച്ചാണ്, പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു. ഞാൻ പറഞ്ഞത് ശ്രീകണ്ഠേട്ടനെല്ലാം സെറ്റാണ്, പുള്ളി വളരെ നേരത്തെ തന്നെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പുള്ളി കഴിഞ്ഞ 5 വർഷവും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ഫുൾ ടൈം അവൈലബിൾ ആയിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ജയിക്കാനും ഏറ്റവും നല്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും. അല്ല, ശ്രീകണ്ഠൻ മത്സരിക്കുന്നുണ്ട്. ശ്രീകണ്ഠൻ ഞാനും കൂടെ അവൻ്റെ ഒരു അപ്പോസിൻ്റെ സെക്കൻഡിൽ പറഞ്ഞു, താൻ വടകരയിലാണ് മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ തീരെ ഒരു നിലക്കും പാലക്കാട് ഇങ്ങനെ ചില ചേഞ്ച് എന്നൊക്കെയുള്ള ചില ചർച്ചകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടിരുന്നു, ചില സൂചനകളും അതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് പിന്നെ സിറ്റിംഗ് MP വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അതങ്ങനെ. പക്ഷേ പിന്നെ ഈ തൃശ്ശൂരിലെ ചില സാഹചര്യങ്ങളും അവിടുന്ന് ഒരാൾ പാർട്ടി വിട്ട് പോയതും ഇതെല്ലാം കൂടെ ആലോചിച്ചിട്ടെടുത്ത തീരുമാനമായിരിക്കും. പക്ഷേ രാത്രി ആ സമയത്താണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഞാൻ വടകരയിലാണ് മത്സരം. അപ്പോൾ ഈ വാർത്തകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല ഇങ്ങനെ, കാരണം തലേ ദിവസമാണല്ലോ ഇത് വരുന്നത്. പിറ്റേ ദിവസം മുതലാണല്ലോ ഇങ്ങനെ വടകരയിലേക്കുള്ള സാധ്യത എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യം ശ്രീ KC വേണുഗോപാലാണ്, അദ്ദേഹം വിളിച്ചിട്ട് ഇതിന് അദ്ദേഹം പറയുകയും ചെയ്തു, ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് പാലക്കാട് നിന്ന് പെട്ടെന്ന് വിട്ടുപോകാനുള്ള എൻ്റെ ഒരു പ്രയാസവും കാര്യങ്ങളൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പക്ഷേ അതിന് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവവും ഓരോ സീറ്റും എത്രത്തോളം നിർണായകമാണെന്നുള്ളതും നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യവും അതൊക്കെ പാർട്ടി തീരുമാനത്തിൻ്റെ പിന്നിൽ അത്തരം ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണ് എന്നുള്ള ഒരു ഫൈനൽ ഡിസിഷൻ പറയും. വടകരയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ സാധ്യത എന്ന വാർത്ത ആദ്യം വന്നത് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും വലിയൊരു പോരാട്ട വേദിയായിട്ട് വടകര മാറുമെന്ന് ഉറപ്പായിരുന്നു. കാരണം ഷാഫി പാലക്കാട് നിന്ന് അങ്ങോട്ട് പോകുന്നു, സ്ഥാനാർത്ഥിയെ പോലൊരു എതിർ സ്ഥാനാർത്ഥി അവിടെ വരുന്നു. എനിക്ക് തോന്നുന്നു ആ ഇലക്ഷൻ ആ തീരുമാനം വന്ന് ഏതാണ്ട് റിസൾട്ട് വരുന്നവരെ എല്ലാവരും ശ്രദ്ധിച്ചൊരു, അത് ഈ മത്സരത്തിൻ്റെ എല്ലാ എലമെൻറ്റും കണ്ടൊരു ഒരു മണ്ഡലമായിരുന്നു വടകര. അപ്പം പകലായാലും രാത്രിയായാലും ഈ പ്രചരണത്തിൽ വരുന്ന ആളുകളുടെ ഒരു പങ്കാളിത്തം, അവിടുത്തെ ഒരു സംഘാടനം, ഈ മൊത്തത്തിൽ ഭയങ്കര കളർഫുള്ളും ഭയങ്കര വാശിയുമായിരുന്നല്ലോ ഈ പ്രചരണ രംഗത്തും. ഏറ്റവും പ്രത്യേകം ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സാധ്യതകളും ഈ വിവാദങ്ങളല്ല വളരെ പോസിറ്റീവായിട്ട് വന്ന മറ്റ് സാധ്യതകൾ, റീലുകൾ. വടകര അക്ഷരാർത്ഥത്തിൽ ഈ 20 മണ്ഡലങ്ങളിലും ഏറ്റവും നന്നായി നിറഞ്ഞ ഈ ആവേശത്തിൻ്റെ ഇതിൽ നിന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഷാഫി? അവിടെ ചെന്ന് സ്വാഭാവികമായിട്ടും
വടകരയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാൾ കൂടെയാണ്. അവിടെ മൊത്തത്തിൽ അവിടുത്തെ ഒരു പ്രകടന രംഗം, കാരണം നിങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികളും ചേർന്ന് ഇളക്കി മറിച്ച ഇനി അവിടെ ഒരു തുള്ളി സ്ഥലം ബാക്കി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അവിടുത്തെ ജനങ്ങൾ വളരെ എക്സ്പ്രസീവാണ്. അതിപ്പോൾ ഇഷ്ടമാണെങ്കിലും അവർ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും, ദേഷ്യമാണെങ്കിലും ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ വഴിവക്കൽ നിൽക്കുന്ന ഒരാളോട് ഇങ്ങനെ വോട്ട് കാണിച്ചിട്ടാ ചെയ്യണേന്ന് ഓപ്പൺ വണ്ടിയിൽ പറയുമ്പോൾ ചിലർ ചെയ്യില്ല എന്ന് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് തുറന്നവരങ്ങ് പറയും. ചിലരതിങ്ങനെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും, ഞങ്ങൾ ചെയ്യിപ്പിക്കും എന്ന് വെച്ചാൽ വളരെ എക്സ്പ്രസീവായിട്ടുള്ളൊരു ജനതയാണ്. അപ്പോൾ അത് പിന്നെ അതിൻ്റെ ഒരു എക്സ്ട്രീമിൽ കണ്ട തെരഞ്ഞെടുപ്പാണ്. എനിക്കതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് അനുഭവപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ഇപ്പം അവിടെ കാൻഡിഡേച്ചർ പ്രഖ്യാപിച്ച് അവിടെ ചെന്ന് ഇറങ്ങുന്ന ആ ഒരു സെക്കൻഡ് തൊട്ട് ഞാൻ അനുഭവിച്ചത് ഈ തെരഞ്ഞെടുപ്പ്, ഞാൻ സ്ഥാനാർത്ഥിയാണ് ടെക്നിക്കലി, പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ മത്സരിച്ചൊരു തെരഞ്ഞെടുപ്പല്ല, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി നയിച്ച തെരഞ്ഞെടുപ്പല്ല. വലിയൊരു ആൾക്കൂട്ടമായിരുന്നു ആ തെരഞ്ഞെടുപ്പിനെ നയിച്ചെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏതോ സിനിമയിൽ ജഗതി പറയുന്നത് എല്ലാവരും ചേർന്ന് എന്നെ തൊഴിലെടുത്തോട്ട് പോകുമായിരുന്നു. എല്ലാ സ്ഥലത്തും അല്ല, സത്യം പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡയലോഗിൻ്റെ ഒരു പോസിറ്റീവ് സെൻസിൽ അത് ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിനെ സംബന്ധിച്ചുള്ള ഒരാശങ്കയും പിന്നെ പാലക്കാട് നിന്ന് മാറുന്നതിനെ സംബന്ധിച്ചുള്ള ചിന്തയൊക്കെയാണ് ആദ്യം എൻ്റെ മനസ്സിൽ. ഞാനപ്പം വടകരയിൽ എന്താവും, ഞാൻ ചെന്നാൽ ജയിക്കുമോ, ഞാൻ ചെന്നാൽ അവിടുത്തെ മുരളിയേട്ടനെ പോലെ ഒരാൾ മാറിയിട്ട് ഞാൻ ചെല്ലുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുമോ തുടങ്ങിയ ചിന്തകളൊന്നുമല്ല ആദ്യം എനിക്ക് വന്നത്. ഞാൻ പാലക്കാട് നിന്ന് മാറി എന്താ വടകരയ്ക്കുള്ള യാത്രയിൽ ഞാൻ ആലോചിച്ചത് പാലക്കാട്ടെ കാര്യങ്ങളാണ്. പക്ഷെ അവിടെ ചെന്ന് ഇറങ്ങിയ ശേഷം വടകരയിൽ പിന്നെ എന്താവുമെന്ന് എനിക്ക് ആലോചിക്കാനുള്ള സാവകാശം അവർ തന്നിട്ടില്ല. അത് മുഴുവനായിട്ട് ജനങ്ങൾ ഏറ്റെടുത്ത തിരഞ്ഞെടുപ്പ്. അപ്പോൾ പര്യടനത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ആദ്യം എല്ലാവരും പറഞ്ഞു അതൊരു വൺ ടൈം ഇവൻ്റാണ്, അത് ലോറിയിൽ ആളെ കൊണ്ടുവന്നതാണ്, പുറത്തുനിന്ന് ആളായിട്ട്. സത്യം പറഞ്ഞാൽ അത് അങ്ങനെ ഓർഗനൈസ്ഡ് ഒരു പരിപാടി ആയിരുന്നില്ല. അവർ സ്വമേധയാ അവിടെ വന്ന് ചേർന്ന് ഒരു വാഹനം പോലും കമ്മിറ്റികൾ ഇടപെട്ട് ബുക്ക് ചെയ്തിട്ട് അവിടെ ആളെ കൊണ്ടുവന്നല്ല, അവർ സ്വമേധയാ വന്ന് ചേർന്നു. അപ്പം ഞാനും വിചാരിച്ചെന്ന ഫസ്റ്റ് വരുന്ന വരവിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി ആരോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിൽ നിന്ന് നമുക്കും കുറേ യൂത്ത് പൊളിറ്റിക്സിലൊക്കെ ബന്ധങ്ങളുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ ആയിരിക്കും. എല്ലാവരും കൂടെ വന്ന് ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഒരു കാൻഡിഡേറ്റ്സ് പ്രഖ്യാപിക്കുമ്പോൾ അതിനൊരു സസ്പെൻസ് എല്ലാം. എന്നോട് കേസി പറഞ്ഞിരുന്നു, പൊളിറ്റിക്സിലെ ഇലക്ഷനിലെ ചില സ്ട്രാറ്റജികളിൽ ഏറ്റവും നല്ല സ്ട്രാറ്റജി ഒരു സസ്പെൻസ് എലമെൻ്റ് ആയിരിക്കും എന്നോട് കേസി പറയുണ്ടായിരുന്നു. അപ്പം ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും എന്നൊക്കെ. പക്ഷെ പിന്നെ ഞാൻ പിറ്റേ ദിവസം ഞാൻ അവിടെ നിന്ന് വന്നു. പിന്നെ പാലക്കാട് എനിക്ക് മെഡിക്കൽ കോളേജിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് പിന്നെ അവിടെ പര്യടനത്തിന് ആദ്യം പോകുന്നത് പേരാമ്പ്രയിലാണ്. അങ്ങനെ നിയോജകമണ്ഡല ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഇതുപോലെ കടൽ പോലെ ആളുകളാണ്. അത് കഴിഞ്ഞ് പിന്നെ പഞ്ചായത്ത് തല കൺവെൻഷനിലേക്ക് നമുക്ക് പോകാനുള്ള ടൈം ഗ്യാപ്പ് കിട്ടിയിട്ടില്ല, ഞാൻ ലേറ്റായിട്ടല്ലേ കാൻഡിഡേറ്റ് ആയത്. അത് കഴിഞ്ഞ് പിന്നെ പോകുന്നത് നമ്മളെ സ്ഥാനാർത്ഥി പര്യടനമാണ്. അപ്പോൾ പര്യടനത്തിന് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അത്രയും വലിയ ക്രൗഡിന്. പക്ഷേ ഇപ്പോൾ പര്യടനത്തിന് അവർ ലിസ്റ്റ് ഇട്ട് തരും, 23 പോയിന്റിൽ ഇന്ന് പോകണം, രാവിലെ 8:30 മണിക്ക് തുടങ്ങണം, വൈകിട്ട് ലാസ്റ്റ് പോയിൻ്റ് ഒരു 8:30-9 മണിക്ക് നിർത്താം. അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ ഒരു 10 10:30 ഒക്കെ ആയിന്ന് വരാം, 11 ആയിന്ന് വരാം, മാക്സിമം 12 വരെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. കടലാസിൽ 23 പോയിൻ്റേ ഉള്ളൂ. പക്ഷേ എൻ്റെ പര്യടന ദിവസങ്ങളിൽ മിക്ക സ്ഥലത്തും ഈ പറഞ്ഞൊരു 75 സ്ഥലത്തെങ്കിലും വണ്ടി നിർത്താതെ എനിക്ക് അവിടെ നിന്ന് പോരാൻ പറ്റിയിട്ടില്ല. അപ്പം കമ്മിറ്റി തീരുമാനിച്ച പോയിൻ്റ് വേറെ, ജനങ്ങൾ തീരുമാനിക്കുന്ന പോയിൻ്റുകൾ വേറെ. അവിടെ ആളുകൾ ഇറങ്ങി നിൽക്കുമായിരുന്നു. ആളുകൾ ഇറങ്ങി നിൽക്കുമ്പോൾ കണ്ടിട്ട് കാണാത്ത പോലെ പോകാൻ പറ്റുമോ? അപ്പോൾ ആളുകൾ അവിടെ ഇറങ്ങുമ്പോൾ അവിടെ നിർത്തണം. അവിടെ നിർത്തി അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും, ചിലപ്പോൾ കേൾക്കാനുണ്ടാവും, ചിലപ്പോൾ ഒരു ഫോട്ടോ എടുത്ത്, ചിലപ്പോൾ അവർ 2 വാക്ക് പറയണം, ചിലപ്പോൾ അവിടെ ആരെങ്കിലും കാണണം. അപ്പോൾ അടുത്ത സ്ഥലത്തും ഇതുപോലെ നിർത്തി വരുമ്പോൾ ഇതിങ്ങനെ ഇൻറ്റൻഷനലി ലേറ്റാവും. ഞാൻ പര്യടനം കട്ട് ചെയ്ത് വേറെ എവിടെയും പോയിട്ട് നേരം വൈകിയതല്ല. പര്യടനത്തിൻ്റെ ഇടയിൽ തന്നെ ആളുകൾ സ്വമേധയാ തീരുമാനിച്ച സ്ഥലങ്ങളിൽ ആളുകൾ നിറഞ്ഞു വന്ന് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയിന്റുകൾ കൂടുക. അപ്പോൾ ആൾക്കൂട്ടമായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം. തലശ്ശേരിയിലെ കലാശക്കൊട്ട് വരെ എനിക്ക് തലശ്ശേരി കലാശക്കൊട്ട് വെക്കുമ്പോൾ ഞാൻ ആലോചിച്ചെന്താ പറയുക, നമ്മുടെ ഒരു ശക്തി കേന്ദ്രത്തിൽ വെക്കുകയല്ലേ നല്ലത്. തലശ്ശേരി അങ്ങനെ സംഘടനാപരമായി വലിയ ശക്തിയുള്ള സ്ഥലം, അപ്പോൾ അതെങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ആശങ്കയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ തലശ്ശേരിയിൽ ഞാൻ കാണുന്നത് ഈ വന്ന് ഇറങ്ങിയതുപോലത്തെ വേറൊരു കടലിനെ ഞാൻ കാണുന്നത്. അതൊന്ന്. 2, താങ്കൾ സൂചിപ്പിച്ച സോഷ്യൽ മീഡിയയുടെ, ഞാനും വിവാദത്തിൻ്റെ പാർട്ടിലേക്ക് ഞാനും കിടക്കുന്നില്ല, അതിപ്പോൾ കുറേ പറഞ്ഞു കഴിഞ്ഞതാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറഞ്ഞ് എനിക്കവിടെ സോഷ്യൽ മീഡിയയിലെ സഹായം കിട്ടി എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. ഞാനത് നിഷേധിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസൻസ്, പോസിറ്റീവായിട്ടുള്ള ഒരു ക്യാമ്പയിൻ, നമ്മളവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്കും പൊതുസമൂഹത്തിലേക്കൊക്കെ അത് എത്തിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് വേറൊരു റിവേഴ്സ് എഫക്റ്റും കൂടി ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ വടകരക്കാരനും കിട്ടിയ സഹായം ചെറുതല്ല. ഞാനവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് 3 ലക്ഷം ഫോളോവേഴ്സുമായിട്ടാണ്. ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഞാനവിടെ ചെല്ലുന്നത്. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 7,27,000 എന്തോ ആണ്.
എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന് ടോപ്പ് ഫോളോവേഴ്സ് സിറ്റിയിൽ ഒരിക്കലും വടകര ഉണ്ടായിരുന്നില്ല. അതിൽ പാലക്കാട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് നഗരങ്ങൾ, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ 1 2 3 4. ഇപ്പോൾ അതിൻ്റെ ആദ്യം 3 എടുത്താലും ഒരെണ്ണം വടകരയാണ്. അപ്പോൾ അതിലെ ക്രമാതീതമായിട്ടുള്ള ഫോളോവേഴ്സിൻ്റെ എണ്ണം വടകരക്കാരെന്നെ അതിലും പിന്നെ സഹായിക്കുന്നത്. അപ്പം അതിൽ കിട്ടിയൊരു ഗുണം, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പുറമേ എല്ലാവരും കാണുന്നതല്ല, ഇവിടുത്തെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടി വടകരക്കാരും കുറേ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിലിപ്പം കുട്ടികൾ, പാലക്കാട്ടെ കുട്ടികൾക്ക് ഈ വർഷങ്ങൾ കൊണ്ട് എന്നെ കുറേ അറിയാൻ പറ്റുമായിരുന്നു. അപ്പോൾ എനിക്ക് വടകരയിലെ കുട്ടിപ്പട്ടാളത്തോട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ക്രെഡിറ്റിൻ്റെ ഒരു അംശം കൊടുക്കാൻ പറഞ്ഞാൽ അവർക്ക് കൊടുക്കുക. അവർക്ക് വോട്ടില്ല, പക്ഷേ വടകരയിലെ കുട്ടിപ്പട്ടാളം അവരുടെ വീടുകളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പല വീടുകളിൽ നിന്നും ഇപ്പോഴും വാട്സപ്പ് മെസ്സേജും കുട്ടിക്ക് കാണണം, കുട്ടിക്ക് കേൾക്കണം, അല്ലെങ്കിൽ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് കുറേ കുട്ടികൾ കാണണം എന്ന് പറഞ്ഞ് കരഞ്ഞത്. അതൊന്നും ഇപ്പം നമ്മുടെ ഒരു വലുപ്പത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വേറെ അർത്ഥത്തിലുള്ള പിന്തുണയുടെ അല്ല. അവർ തന്ന വടകരക്കാർ തരുന്നൊരു ഇഷ്ടം ആ കുട്ടികൾ കാണുമ്പോൾ അത് അവരെയും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. അപ്പോൾ ആ കുട്ടികളുടെ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒരു അവസരത്തിൽ ഒരു 2 കുട്ടികളെ വേറൊരാൾ എന്നെ വന്ന് ഈ കുട്ടികളുടെ ഫോട്ടോ നിർബന്ധമായിട്ട് എടുക്കണം, ഈ കുട്ടികളുടെ ഫോട്ടോ നിർബന്ധമായിട്ട് എടുക്കണം. ഞാൻ ചോദിച്ചാൽ എന്താ ആ കുട്ടികളുടെ ഫോട്ടോ, അല്ലാതെ പിന്നെ പറയും ഇതെന്തായാലും എടുക്കണം. അപ്പോൾ അവരെടുത്ത് എന്നിട്ട് അയാൾ ഈ പാർട്ടിക്കാരൻ തമ്മിൽ ഞാൻ ചോദിച്ചത് ആരാന്ന് ചോദിച്ചു. അപ്പോൾ അതൊരു CPM പ്രാദേശിക നേതാവിൻ്റെ 2 മക്കളാണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ ഇടയിൽ വരാൻ പറ്റില്ല, പക്ഷെ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഒരു ഫോട്ടോ എടുക്കും. ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ വലുപ്പമോ എൻ്റെ പിന്തുണയല്ല, അവർ തരുന്ന സ്നേഹം ഈ കുട്ടികൾ കാണുന്നുണ്ടാവുമല്ലോ. അതുപോലെ സോഷ്യൽ മീഡിയയിലും അല്ലാണ്ടൊക്കെ. അപ്പം ജനക്കൂട്ടം പിന്നെ അതിൻ്റെ ഒന്നാമത്തെ ഫീച്ചറായിരുന്നു. 2 പിന്നെ സോഷ്യൽ മീഡിയ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് അതിനകത്തുണ്ടായിട്ടുണ്ട്, അതിൽ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എണ്ണത്തിൽ ഞാൻ 3 എന്ന് പറയുമെങ്കിലും വളരെ പ്രധാനപ്പെട്ടൊരു ഘടകം കുഞ്ഞു മക്കൾ വടകരയിലെ ഒരുപാട് സ്നേഹം ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർ തന്നിട്ടുണ്ട്. 4 ചോദിച്ചിട്ടില്ലെങ്കിലും ഞാൻ പറയാം, സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എനിക്ക് ഇത്രയും ഒരു ഹെഡേക്ക് തരാതെ, സാധാരണ CPM സ്ഥാനാർത്ഥികൾക്കൊക്കെ മത്സരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സൗകര്യം ഉണ്ടല്ലോ, പാർട്ടിയാണല്ലോ എല്ലാം നോക്കുന്നത്. സ്ഥാനാർത്ഥിക്ക് പേഴ്സണലി വലിയ തലവേദനകൾ ഏറ്റെടുത്ത് നിൽക്കേണ്ടി വരാറില്ല അവരുടെ കാൻഡിഡേറ്റ്സിന്. പക്ഷെ നമ്മുടെ ഒരു സിസ്റ്റം കാൻഡിഡേറ്റ് പുഷ് ചെയ്യുന്നതാണ് ഇലക്ഷൻ സിസ്റ്റത്തിൽ. പാർട്ടി ഇല്ല എന്നല്ല, പാർട്ടി തന്നെയാണ് എല്ലായിടത്തും വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഫോർഫ്രണ്ടിൽ പിന്നെ ഡേ ടു ഡേ അഫയേഴ്സിൽ സ്ഥാനാർത്ഥിയും നല്ല റോള് വഹിക്കേണ്ടി വരാറുണ്ട്. എനിക്ക് ഈ 45 ദിവസത്തിൻ്റെ ഇടയ്ക്ക് 2 കോളാണ് ചെറിയൊരു പരാതി ടോണിലുള്ളത് പോലും താഴെ തട്ടുന്നു വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവിടുത്തെ പാർട്ടി മുന്നണി സംവിധാനങ്ങൾ വളരെ വ്യക്തമായിട്ട് ഡീൽ ചെയ്തു. അപ്പോൾ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലക്ക് എന്നെ പരമാവധി തലവേദനകൾ എന്നെ അറിയിക്കാതെ ഡീൽ ചെയ്യാൻ അവിടുത്തെ അല്ല, ഞാനതിലേക്ക് വരാൻ കാരണം കോൺഗ്രസ് ആണെങ്കിലും മുരളീധരൻ മത്സരിച്ചപ്പോൾ വടകര നേരിട്ട് പോയി അവിടുത്തെ മനസ്സിലാക്കി. ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ മത്സരത്തിൻ്റെ ഈ വാശിയുടെയും അല്ലെങ്കിൽ ഈ പ്രചരണത്തിൻ്റെയും മത്സരത്തിൻ്റെയൊക്കെ ഒരു കടപ്പം കൊണ്ടാണോ എപ്പോഴെങ്കിലും ഇത് അല്ലെങ്കിൽ ഇത് കൈവിട്ടു പോയി അല്ലെങ്കിൽ ഇത്തിരി കൂടിപ്പോയി അങ്ങനെ തോന്നലുണ്ടോ? അതല്ലെങ്കിൽ അത് കാരണം ഷാഫി പലതവണ വിശദീകരിച്ച് കഴിഞ്ഞാണ്, പലതവണ 2 പേരും പറഞ്ഞു കഴിഞ്ഞതാണ് ഇത് ഏതൊക്കെയോ കേന്ദ്രങ്ങളിൽ നിന്ന് ആരെങ്കിലും പടച്ചു വിട്ടതാവാം, ഉള്ളതാവാം, ഇല്ലാത്തതാവാം. പക്ഷേ മൊത്തത്തിൽ അതിൻ്റെ ഒരു കളറിനെ ഇത് ബാധിച്ചു എന്ന് തോന്നിയോ ഷാഫിക്ക്? തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് പിന്നെ കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പിന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവരുടെ മുഴുവൻ ഇടപെടലുകളുടെയും റെസ്പോൺസിബിലിറ്റി പിന്നെ അതിനകത്ത് അത് ആരേറ്റെടുക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ ഇപ്പം വ്യക്തി ആക്ഷേപം ഞാൻ ആദ്യം കേൾക്കേണ്ടി വന്നൊരു സാധനമാണ്. ഞാനിപ്പം 13 വർഷമായിട്ട് നിയമസഭയിലുണ്ട്. നിങ്ങളൊക്കെ എന്നെ KSU മുതൽ കാണുന്നതാണ്. ഞാൻ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യം അസംബ്ലിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ പ്രസംഗങ്ങളിൽ പരമാവധി ഞാൻ ആ മാറ്റർ ഓഫ് ഫാക്റ്റിനെ, ലീഗലായിട്ടുള്ള ഇഷ്യൂസിന്, സ്വർണ്ണക്കടത്ത് പോലും 10 ലീഗൽ ചോദ്യങ്ങളാണ് ഞാൻ അസംബ്ലിയിൽ ചോദിച്ചത്. അപ്പോൾ അത്തരം പ്രചരണങ്ങളിൽ വിശ്വസിക്കാത്തയും അതിൻ്റെ പേരിൽ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുകയും ചെയ്യാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ ചെയ്യാം. അപ്പം ഇതിൻ്റെ ആരോപണം വരുമ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളുടെ സോൾ റെസ്പോൺസിബിലിറ്റി മുഴുവൻ ഞാൻ അറിഞ്ഞുകൊണ്ടാണെന്നുള്ളൊരു വേർഷനും കൂടെ അതിനകത്ത് വെക്കുമ്പോഴാണ് ഞാൻ അതിനകത്തൊരു എക്സ്പ്ലനേഷൻ പറയേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അതിലാര് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് ആൾക്കാർ എല്ലാ സൈഡിൽ നിന്നുള്ള ആൾക്കാർക്കെതിരെ കേസെടുത്തു, 2 വശത്തുള്ള ആൾക്കാർക്കെതിരെ. ഞാൻ അതിനകത്ത് അതിനെ ജസ്റ്റിഫൈ ചെയ്യാനോ അത് കുറച്ചും കൂടെ തുടർന്നോട്ടെന്ന് പറയാനുള്ള ആളല്ല. അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് എനിക്ക് വ്യക്തിപരമായി ഏറ്റവും പ്രയാസം തോന്നിയൊരു സാധനം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിൽ ഒരു വ്യാജ സ്ക്രീൻഷോട്ടിനെ
എൻ്റെ കുറച്ചുകൂടെ പറഞ്ഞാൽ കാഫിർ പ്രയോഗത്തെ, അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കൺസോളിഡേഷന് വേണ്ടി ശ്രമിക്കാൻ വേണ്ടി ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്താണെന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം വരികയും അതിനുപയോഗിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. ഞാനിപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിപ്പോൾ പോലീസ് അതിൻ്റെ ടീച്ചറെ കണ്ടിരുന്നു. പോലീസ് അതിൻ്റെ അന്വേഷണത്തിലാണ്. എന്തായാലും പോലീസ് ആ പയ്യനോട് പറഞ്ഞു നീ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് അവനോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അത് എല്ലാവരും പിന്നെ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യം, പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസും ലീഡർഷിപ്പും കാൻഡിഡേറ്റ്സും ഒക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, എന്നാൽ അതിനെ പിന്നെ ഒരു വൺ സൈഡഡ് മാത്രമായിട്ട് ചിത്രീകരിച്ചിട്ട് പിന്നെ ഇന്നത്തെ ഇപ്പുറത്തുണ്ടായി ഞങ്ങളുടെ ഭാഗം ജസ്റ്റിഫൈ ചെയ്യല്ല, ഒരു ഉത്തരവാദിത്തപ്പെട്ട ആരും ഒരു വ്യാജ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു കാഴ്ച ഇപ്പുറത്തുനിന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ അവിടെ ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ അവരുടെ നവമാധ്യമങ്ങളിൽ ഇപ്പോഴും അതവിടെ കിടക്കുന്നു എന്നുള്ളത് അതെന്നെ പിന്നെ ഞാൻ ആ കാര്യത്തിലുള്ള എൻ്റെ കൺസേണാണ് പോലീസിൻ്റെ മുമ്പിലും ഇപ്പോൾ അവർ കോടതിയിലുമായിട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ എൻ്റെ ബാക്കി വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് സഭയിൽ 2 വർഷത്തിരിക്കുന്ന എന്നും കാണുന്ന 2 പേരാണ് വളരെ തങ്ങൾ മത്സരിക്കുന്നത്. ഇലക്ഷന് ശേഷം ടീച്ചറെ കണ്ടിരുന്നു? ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു. പിന്നെ കണ്ടിട്ടില്ല, ഞാൻ കാണുകയും ചെയ്യും. അത് അവിടെ നടന്നൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണല്ലോ, ഞങ്ങൾ തമ്മിലുള്ള ഗുസ്തി മത്സരമൊന്നും അല്ലല്ലോ, രാഷ്ട്രീയ പോരാട്ടം. ഞാനിപ്പം എന്നോട് അവിടെ പല സർവേയിലും ഞാൻ തോക്കുന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അതിനകത്ത് മറുപടി പറഞ്ഞത് എൻ്റെ വിശ്വാസം വടകരയിലെ ജനങ്ങളുടെ അവരുടെ ഒരു പൊളിറ്റിക്കൽ സെൻസിലാണ്, അവരുടെ രാഷ്ട്രീയ ബോധത്തിൽ തന്നെയാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരുന്നത്. ഞാൻ 6% വോട്ടിന് തോക്കുമെന്ന് പറഞ്ഞു. 6% എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് നമ്പർ, വലിയ നമ്പറാണ്. 6% വോട്ടിന് ഞാൻ തോക്കുമെന്ന് പറഞ്ഞു, 3.5% വോട്ടിന് ഞാൻ തോക്കുമെന്ന് പറഞ്ഞു, 3% വോട്ടിന് ഞാൻ തോക്കുമെന്ന് പറഞ്ഞു, ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറഞ്ഞു, 1.91% വോട്ടിന് തോക്കുന്ന അവസാനം ഇലക്ഷൻ കഴിഞ്ഞിട്ടും പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ആളുകൾ കൺസേൺഡ് ആയിട്ട് വിളിക്കുമല്ലോ. അപ്പോൾ ഞാൻ അതിന് പറഞ്ഞൊരു മറുപടി, ഞാൻ ഇവിടുത്തെ ജനങ്ങളെ കണ്ടുവന്നാണ്, ഇവിടുത്തെ ജനതയുടെ രാഷ്ട്രീയ ബോധത്തിൽ എനിക്ക് വിശ്വാസമുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അതൊരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഫൈറ്റായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ വിജയമാണ്. വ്യക്തിപരമായി പിന്നെ ഞങ്ങൾ 2 സ്ഥാനാർത്ഥികളും തമ്മിലുള്ള വേറെ ഏതെങ്കിലും രീതിയിലുള്ളൊരു മത്സരമൊന്നുമല്ല. എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഫൈറ്റ്. ഇത് രാഷ്ട്രീയ വിജയമാണ്. അത് വ്യക്തിബന്ധത്തെ ബാധിക്കേണ്ട തലത്തിലേക്ക് പോകാനുള്ളൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു. എനിക്ക് അത്തരം കുറേ കൂടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രതിപക്ഷ നിരയിലേക്കാണ് ഷാഫി പറമ്പിൽ ഡൽഹിയിലേക്ക് ചെല്ലുമ്പോൾ പാർലമെൻറ്റിലേക്ക് ചെല്ലുമ്പോൾ ചെല്ലുക. അതിൻ്റെ ഒരു ആവേശവും ഞാനത് കണ്ടു. എനിക്കത് ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ചോദ്യം ഇവിടുന്ന് മാറിപ്പോകുമ്പോൾ ഉള്ളത് എന്താ എക്സൈറ്റ്മെൻ്റ് ആണോ അല്ലെങ്കിൽ അതെന്താണെന്ന് വെച്ചു. പക്ഷേ ഞാൻ ഇപ്രാവശ്യം ഡൽഹി ആദ്യം ചെല്ലുന്നത് പാർലമെൻ്ററി പാർട്ടി മീറ്റിങ്ങിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു ബോഡി ലാംഗ്വേജും അവിടുത്തെ ആളുകളുടെ റെസ്പോൺസും ടെക്നിക്കലി വി ആർ നോട്ട് ഇൻ പവർ, ഞങ്ങൾ അധികാരത്തിലല്ല. പക്ഷേ ഈ രാജ്യം അങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ആർക്കും എന്തും പറയുകയും ചെയ്യുകയും ചെയ്യാം, പിന്നെ എന്തും ഭരണകൂടം വിചാരിച്ചാൽ നടക്കും എന്നുള്ളതിന് വല്ലാതെ രാജ്യം വളരെ സ്ട്രോങ് ആയിട്ട് തിരുത്തിയിട്ടുണ്ട്. അല്ല എടുത്തു പറയേണ്ട ഒരു സാധനം UP-യിലേക്ക് റിസൾട്ട് എങ്ങനെ നമ്മളിപ്പോൾ അവരുടെ ഉത്തരേന്ത്യൻ ബെൽറ്റിലെ ആളുകളുടെ രാഷ്ട്രീയ ബോധത്തെ സംബന്ധിച്ചൊക്കെ നമ്മളിവിടെ ചർച്ച നടത്താറുള്ള ആളുകളാണ്. ബട്ട് ഹൗ വെൽ ശരിക്ക് എങ്ങനെ അവരൊരു ഭരണകൂടത്തെ തിരുത്തുന്നു എന്നുള്ളത് നമ്മൾ അതിശയപ്പെട്ടു പോകും. നമ്മളതൊക്കെ അങ്ങ് എഴുതി തള്ളിയ ഒരു പ്രദേശവും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് പ്രതീക്ഷ എന്നുള്ള തരത്തിലൊന്നുമില്ല. പക്ഷെ ജനങ്ങളെ പിന്നെ ശക്തിയായിട്ട് അംഗീകരിക്കാത്തവരെ തിരുത്താൻ ഈ രാജ്യത്തെ എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ ജനാധിപത്യം ഇത്രയും കാലം നിലനിന്നത് എന്നുള്ള പലരുടെയും പ്രഡിക്ഷൻ 10 വർഷത്തിനപ്പുറം രാജ്യം തന്നെ ഉണ്ടാവില്ല എന്ന് പ്രവചിച്ച വിൻസ്റ്റൺ ചർച്ചിൽമാരുടെയൊക്കെ മുമ്പിൽ ഈ രാജ്യം ഇങ്ങനെ നിലനിന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും അത് വിഭാവനം ചെയ്ത ആളുകളുടെ ദീർഘവീക്ഷണവും അത് അപകടത്തിലാവുന്നു എന്ന് കാണുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാവുന്ന സാധാരണക്കാരൻ്റെ രാഷ്ട്രീയ ബോധം അത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് ഡൽഹിയിൽ ചെല്ലുമ്പോൾ നമുക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ആദ്യത്തെ പാർലമെൻ്ററി പാർട്ടി മീറ്റിംഗ് അവിടെ സോണിയാഗാന്ധി വന്ന് സംസാരിക്കും. നമ്മൾ സെൻട്രൽ ഹാളിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് എന്താ, ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനിയൊക്കെ നടന്ന ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് കയറി ചെന്നിരിക്കുമ്പോൾ അവിടെ സോണിയാഗാന്ധിയെപ്പോലുള്ള ആളുകൾ വന്നിട്ട് വിൽ നെവർ ഗീവ് അപ്പ്, രാജ്യത്തിൻ്റെ ഈ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടി വിൽ കണ്ടിന്യൂ ടു ഫൈറ്റ്. നമ്മൾ എത്ര ചെറിയ നമ്പർ ആകുമ്പോഴും അതിനെ അപ്പോൾഡ് ചെയ്തിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. നൗ വി ആർ എ ബിഗ് ഫോഴ്സ്. അപ്പം കൂടുതൽ സ്ട്രെങ്ത്തോടെ ഫൈറ്റ് ചെയ്തിട്ട് നമുക്ക് രാജ്യത്തെ വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് അവിടെ ലീഡേഴ്സ് വന്ന് തരുമ്പോൾ രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ യാത്രയും ഭാരത് ന്യായ യാത്രയൊക്കെ നടത്തി. ഞാൻ പറഞ്ഞതേ ഒരു പിന്നെ അദ്ദേഹം
ഞാൻ എന്നും വിശ്വസിച്ചിരുന്നു എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ജെനുവിനിറ്റി രാജ്യം തിരിച്ചറിയുന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. ഒരു ടെലിപ്രോംപ്റ്ററിൻ്റെയും ഒരു ഏജൻസിയുടെയും ആ തരത്തിലുള്ള നിർമ്മിത പിന്നെ ഇമേജിൻ്റെ പേരിൽ അല്ല, ജനങ്ങൾക്കിടയിൽ കടന്ന് അല്ലെങ്കിൽ നമ്മൾ ഈ തോറ്റും തിരിച്ചടികൾ നേരിട്ടും അതിജീവിച്ചും അയാളുടെ ഒരു ഐഡിയോളജിക്കൽ ക്ലാരിറ്റിയിൽ കടുകിട കോംപ്രമൈസ് ചെയ്യാതെ അയാൾ നടത്തിയൊരു ഫൈറ്റിൻ്റെ റിസൾട്ടിലേക്ക് കാര്യങ്ങൾ വന്ന് തുടങ്ങുന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹം വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച. ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയും രാഹുൽ ഗാന്ധിയെ BJPക്കാരും സംഘപരിവാരും പപ്പു ഒന്നും അങ്ങനത്തെ വിളിച്ചു ആക്ഷേപിക്കാൻ അവർക്ക് പോലും ധൈര്യം വരാത്ത തരത്തിൽ ഹി ഹാസ് പ്രൂവൺ ഹിംസെൽഫ്. അപ്പം അതിൻ്റെ ഒരു സ്പിരിറ്റ് ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നുണ്ട്. എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്കത് 10-60ഓളം ആളുകൾ പുതുതായിട്ട് അതിനകത്ത് വരുന്നുണ്ടല്ലോ, അവർക്കത് അനുഭവപ്പെടുന്നുണ്ട്. അവരോട് നേരത്തെ ഉള്ളവരോട് ചോദിക്കുമ്പോൾ അവരും പറയുന്നുണ്ട് ഒരു ക്ലൈമറ്റ് മാറിയതിൻ്റെ ഒരു ഫീല്. എന്നാൽ ഭരണത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ രാജ്യം അങ്ങനെ നഷ്ടപ്പെട്ടു പോവില്ല എന്നുള്ള ഒരു ഫീല് പ്രതിപക്ഷ നിരയിൽ ഇരിക്കുന്ന എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഈ ആവേശത്തിനിടയ്ക്കും ഇപ്പം കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ BJPക്ക് കൂടുന്ന ഈ വോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 20% അവരുടെ പെർസെൻറ്റേജ് എത്തുകയാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ വോട്ട് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും പരിശോധിക്കുമ്പോൾ LDFൻ്റെ കയ്യിൽ നിന്നും UDFൻ്റെ കയ്യിൽ നിന്നും ഈ വോട്ട് വേണ്ട. അതിൻ്റെ പ്രപ്പോർഷണൽ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ അത്തരത്തിൽ BJPയിലേക്ക് വോട്ട് ഒഴുകുന്നത് ഷാഫി എങ്ങനെയാണെന്ന് നോക്കുന്നത്? അതൊരു ബാറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടോ? അതൊരു പിന്നെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, കേരളീയ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു മാറ്റമായിരിക്കില്ല അതിനെ പൊളിറ്റിക്കലായിട്ട് വിലയിരുത്താൻ ശ്രമിച്ചാൽ. പിന്നെ അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് കടന്നാൽ ഞാൻ അതിനകത്ത് പൊളിറ്റിക്സ് തന്നെ പറയേണ്ടതായിട്ട് വരും. അതിനകത്ത് ഇപ്പം നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലുള്ള മുഴുവൻ പ്രചരണങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. നിങ്ങളുടെ പിന്നെ ആർക്കൈവ്സിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക. അവിടുത്തെ അവരുടെ അറ്റാക്കിൻ്റെ പിന്നെ ഇത് മുഴുവൻ തിരിച്ചു വെച്ചിരുന്നത് പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ എന്നുള്ള നിലക്ക് മാത്രമായിരുന്നു. അമിത്ഷായുടെയോ പിന്നെ നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മടിക്കുന്ന കാഴ്ചകൾ പലപ്പോഴും നമ്മൾ കാണേണ്ടത്. നിങ്ങളിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അതെടുത്ത് നോക്കിയാൽ ആ ഇൻറ്റൻസിറ്റിയിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമുക്ക് കാണുന്നില്ല. അപ്പോൾ അവർ കരുതിയിരുന്നിരിക്കണം പിന്നെ ഈ ഒരു സ്പേസിൽ നഷ്ടപ്പെട്ടു പോകാവുന്നതിൻ്റെ മുഴുവൻ കാരണം 1-2 നേതാക്കന്മാർ പോയതിൻ്റെ കണക്ക് പറഞ്ഞിട്ടാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ, ഈ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ അവർ ശ്രമിച്ചത്. പക്ഷെ ഒരു വലിയ വോട്ട് ഷെയർ ഷിഫ്റ്റിങ്ങിൻ്റെ സാധ്യതകളെ അഡ്രസ്സ് ചെയ്യാനല്ല CPIM ശ്രമിച്ചത് എന്നുള്ളതാണ്. പിന്നെ അവരുടെ ഒരു ലെഫ്റ്റ് സ്വഭാവം അവർക്ക് നഷ്ടപ്പെടുന്നതായിട്ടുള്ള ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു ഉദാഹരണം പറയാം. പിന്നെ പെൻഷൻ ഔദാര്യമാണ്, ഒരു അവകാശമല്ല എന്നൊരു ഗവൺമെൻറ് മറ്റേ കോടതിയിൽ പോയിട്ട് പറയുന്ന ഞാൻ ഒറ്റ എക്സാമ്പിൾ പറയാം. അപ്പം അവർ രണ്ടുപേരും മത്സരിച്ച് ഒരു എക്സ്ട്രീം റൈറ്റിൻ്റെ പൊസിഷന് വേണ്ടിയിട്ടാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ രാഷ്ട്രീയ നിലപാടുകളുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിൽ, ഇപ്പം തൃശ്ശൂർ ഒഴികെ, അപ്പോൾ ഒരു വിജയത്തിൻ്റെ ഇതിൽ ഒഴികെ മറ്റു പല സ്ഥലങ്ങളും കോൺസ്റ്റിറ്റ്യുവൻസിയൊക്കെ പരിശോധിക്കുമ്പോൾ എവിടെ നിന്നാണ് മേജർ വോട്ട് ഷിഫ്റ്റ്, പ്രൊപ്പോർഷണൽ വ്യത്യാസം പറയുമ്പോൾ എവിടെ നിന്നാണ് വോട്ട് ഷിഫ്റ്റ് എന്ന് കാണേണ്ടി വരും. എന്ന് വെച്ച് കോൺഗ്രസ് പാർട്ടി അതിനെ അവിടെ കൊണ്ട് ചാർത്തി കൊടുത്തിട്ട് തിങ്സ് പിന്നെ എല്ലാം സേഫാണ്, എല്ലാം വളരെ ഭംഗിയാണ് എന്നീ 18ൻ്റെ ഒരു നേട്ടത്തിൽ ഇനിയുള്ള കാലം അങ്ങനെ അങ്ങ് പൊക്കോളും എന്നുള്ളത് വിശ്വസിക്കാനല്ല. അപ്പോൾ അതിലൊരു ആത്മപരിശോധന കോൺഗ്രസ് പാർട്ടിയും നടത്തും. എവിടെയൊക്കെയാണ് വോട്ട് ഷെയറിൽ മാറ്റങ്ങൾ വരുന്നത്, എവിടെയൊക്കെയാണ് അതിൻ്റെ ഇൻക്രീസ് വരുന്നത്, ആ ഇൻക്രീസ് വരുന്നിടത്ത് എവിടെയൊക്കെയാണ് ഞങ്ങളുടെ വോട്ട് ഷെയറിലുള്ള ഡിഫറൻസ് അതിനെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളത് സീരിയസ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതിനെ പഠിക്കും. അതിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കുറച്ച് വോട്ട് കിട്ടുന്നതിൻ്റെ പുറത്തല്ല, അതൊരു ഡിവിസീവ് അജണ്ടയ്ക്കൊരു പിന്തുണ വരുന്നു എന്നുള്ളത് പൊതുസമൂഹം കേരളത്തിലും കാലം ഉയർത്തിപ്പിടിച്ചൊരു ഐക്യത്തിൻ്റെ സന്ദേശത്തിന് കോട്ടം തട്ടിക്കാൻ കാരണമായേക്കാവും അല്ലെങ്കിൽ ആയേക്കും എന്നുള്ള ഒരു സീരിയസ് തോട്ടിൻ്റെ ബേസിൽ കൂടിയാണ്. അപ്പോൾ അതൊരു ആത്മപരിശോധന എല്ലാ തലങ്ങളിലും എല്ലാ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ നടത്തണം. പിന്നെ തൃശ്ശൂരിലെ വിജയത്തെ അങ്ങനെ ഒരു BJPയുടെ ഒരു പൊളിറ്റിക്കൽ സക്സസ് മാത്രമായിട്ട് അതിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തൊരു സാഹചര്യവും നമുക്കെല്ലാവർക്കും പരിശോധിക്കും. ഒരു കാൻഡിഡേറ്റിൻ്റെ ആ കാൻഡിഡേറ്റ് എന്നുള്ള നിലക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പക്ഷേ അത് അവർ പ്ലാൻ ചെയ്ത് തന്നെ ആയേക്കാം. പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെ പലതരത്തിലുള്ള പിന്നെ സിമ്പതിയുടെ ഒക്കെ പിന്നെ കാര്യങ്ങൾ അതിനകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഓർഗനൈസേഷണലായിട്ടുള്ള വിജയമാണ് തൃശ്ശൂരിൽ പരിപൂർണമായിട്ടും ഉണ്ടായത് നമുക്ക് പറയാൻ കഴിയില്ല.
അതേസമയം മറ്റിടങ്ങളിലെ വോട്ട് വർധന പിന്നെ അതൊരു സീരിയസ് കൺസേൺ ആയിട്ട് തന്നെ വിലയിരുത്തേണ്ടതാണ്. ഈ അടുത്തൊരു UDF സർക്കാർ വരുമ്പോൾ ഒരു മന്ത്രിസഭ വരുമ്പോൾ അതിനകത്തൊരു നല്ല റോളിൽ ഒരു കീ റോളിൽ ഷാഫി പറമ്പിൽ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ച ഒരുപാട് മനുഷ്യന്മാരുള്ള നാടാണത്. ഞങ്ങളൊക്കെയുള്ള മനുഷ്യന്മാർ വിചാരിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു 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 സ്റ്റേച്ചറിൽ നിന്നിട്ട് പോവാണ്, ഡൽഹിക്ക് പോവാണ്. പാലക്കാട് ഐഡിയ എന്താണ്? അല്ല പിന്നെ അതിലിപ്പം അടുത്തൊരു മന്ത്രിസഭ വരുന്നതിൽ ഒരു കീ റോള് അല്ലെങ്കിൽ അടുത്തൊരു UDF ഗവൺമെൻറ്റിൽ ഒരു കീ റോള് എന്ന് താങ്കൾ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കീ റോള് ഞാൻ എടുക്കേണ്ടത് അങ്ങനെ ഒരു ഗവൺമെൻറ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും എടുക്കേണ്ടത്, ഓരോ UDF പ്രവർത്തനം എടുക്കേണ്ടത്. അപ്പം ഇപ്പോൾ കിട്ടിയൊരു ഉത്തരവാദിത്തം ആ നിലക്ക് കൂടെ ഉപയോഗപ്പെടുത്താനായിരിക്കണം ഞാൻ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ഇൻഡിവിജ്വൽ റോൾസിൻ്റെ അവസരങ്ങളുടെ മാത്രമല്ല, ഇതൊക്കെ രാഷ്ട്രീയ തീരുമാനങ്ങളാണല്ലോ, പാർട്ടി തീരുമാനങ്ങളാണല്ലോ ഇതിൻ്റെയൊക്കെ പ്രധാനം. ഞാൻ പണ്ട് KPCയിലെ ഇലക്ഷൻ കമ്മിറ്റിയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ഏത് സീറ്റാണ് മത്സരിക്കേണ്ടതെന്ന് എഴുതി കൊടുക്കേണ്ട ഒരു ഇത് വരുമല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ ഏതാ സീറ്റ് എന്ന് പറയേണ്ട ഒരു സാധനം വരുന്നില്ല. അപ്പം ഞാൻ അധികം ഒന്നും ആലോചിക്കേണ്ട, എനിക്ക് മലമ്പുഴയിൽ മത്സരിച്ചാൽ മതി എന്നുള്ള ഒരു സാധനം പാലക്കാട് ജില്ലയിൽ തന്നെ. അപ്പോൾ അവന് വിളിച്ചിട്ട് പറഞ്ഞാൽ പാലക്കാടൊന്നും മലമ്പുഴയിലൊന്നും മത്സരിക്കാൻ പറ്റില്ല, വേറെ ഏതെങ്കിലും സീറ്റ് പറയേണ്ടി വരും എന്ന് പറഞ്ഞു. പിന്നെ പാലക്കാടിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വന്നു. പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു താൻ തലശ്ശേരിയാണ് മത്സരിക്കേണ്ടത്. അന്ന് 2011 പിറ്റേ ദിവസം 2 മണിക്ക് തലശ്ശേരി എത്തണം എന്ന് വരെയുള്ള ഡയറക്ഷൻ. പക്ഷേ ഡൽഹിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ഇടപെട്ടിട്ട് പറഞ്ഞു പാലക്കാട് തന്നെ മത്സരിക്കണം. അപ്പോൾ ഇപ്പം പാലക്കാട്ടെ ജനങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തിയതും പാർട്ടി തന്നെയാണ്, ഒരു പാർട്ടി തീരുമാനമാണ്. ആ പാർട്ടി തീരുമാനത്തിൻ്റെ പേരിലാണ് അവിടെ പോയി ഞാൻ മത്സരിക്കുന്നത്. ഇപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ കണ്ട കാഴ്ചകളുടെ ഉയരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ തോളിലിരുന്നിട്ടാണ് ഞാൻ ആ കാഴ്ചകൾ കണ്ടത്. അപ്പോൾ അത് ഞാൻ മറക്കൂല. എനിക്കിപ്പോൾ ഇങ്ങനെ ഇരുന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള അവസരം ഇപ്പം വടകരയിലെ ജനങ്ങൾ തന്ന സ്നേഹത്തിൻ്റെ പേരിലാണ് കിട്ടുന്നത്. അതെനിക്ക് മറക്കാൻ കഴിയില്ല. ആ വടകരയിലെ ജനങ്ങളുടെ സ്നേഹത്തിലേക്ക് എന്നെ എത്തിച്ചതിൻ്റെ പിന്നിൽ പാലക്കാട്ടെ ജനങ്ങളുടെ പിന്തുണ ചെറുതല്ലല്ലോ. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ പറഞ്ഞ പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒരു സ്പെഷ്യൽ കേസായിരുന്നു. അതിൽ അവരുടെ മുഴുവൻ മെഷീനറിയും ആ കാൻഡിഡേറ്റിന് അവർക്ക് കിട്ടാവുന്ന ബെസ്റ്റ് അവൈലബിൾ കാൻഡിഡേറ്റും പ്രധാനമന്ത്രി നേരിട്ട് പ്രചരണത്തിന് വന്നു, ആഭ്യന്തരമന്ത്രിയുടെ പ്രചരണം അവിടെ ഉണ്ടായിരുന്നു, പിന്നെ 2 മുഖ്യമന്ത്രിമാരവരുടെ 1-2 മുഖ്യമന്ത്രിമാരവിടെ പ്രചരണത്തിന് വന്നു, മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും മന്ത്രിമാർ വന്നിരുന്നു. മുഴുവൻ റിസോഴ്സസും അവിടെ ഉപയോഗിക്കപ്പെട്ടു. ഭയങ്കരമായിട്ടുള്ള മീഡിയ അറ്റൻഷനും ഹൈപ്പും സാധനം ഇപ്പോൾ വടകരയിലൊക്കെ എല്ലാവർക്കും കിട്ടുന്നത് പോലെയല്ല. അതിപ്പോൾ അവിടെ അദ്ദേഹം വന്ന് മത്സരിച്ച് കൊണ്ട് അത് അങ്ങനെ ഞാൻ അവിടെ ഓൾറെഡി ഉള്ള ആളും ആയിരുന്നുകൊണ്ട് അതൊരു പിന്നെ ഒരു ബാലൻസ്ഡ് ഹൈപ്പല്ല അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാ പരീക്ഷണങ്ങളും അവിടെ നടത്തിയൊരു തെരഞ്ഞെടുപ്പിലും പാലക്കാട്ടെ ജനങ്ങൾ പിന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അവിടുത്തെ അനുഭവം. ഇനിയിപ്പം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥ നോക്കുക. എനിക്ക് കിട്ടിയ വോട്ടിൻ്റെ 3 ഇരട്ടി ഭൂരിപക്ഷമാണ് ശ്രീ VK ശ്രീകണ്ഠൻ അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വല വിജയത്തിൽ പാലക്കാട് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നൽകിയിട്ടുള്ളത്. പിന്നെ VK ശ്രീകണ്ഠൻ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടിന് ജയിക്കുമ്പോഴും പാലക്കാട്ട് അസംബ്ലി ലീഡാണ് കൊടുത്തിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് 2021 പാലക്കാട്ട് അസംബ്ലി ലീഡാണ് തന്നത്. ഈ തെരഞ്ഞെടുപ്പിലും പാലക്കാട്ട് അസംബ്ലി ലീഡാണ് തന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാട് അസംബ്ലിയിൽ നിന്ന് മറിച്ചൊരു റിസൾട്ട് വരാനുള്ള സാധ്യത പിന്നെ അവിടെ ഇല്ല. അവിടുത്തെ ജനങ്ങളുടെ കൂടെ ഒരു തീരുമാനമാണ്. ജനങ്ങളാണല്ലോ വോട്ട് ചെയ്യുന്നത്. ഷാഫി പറമ്പിലെ പിൻഗാമിയെ കുറിച്ച് പാർട്ടി ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും ഷാഫിക്കിനതൊരു സേ ഉണ്ടാവും. അങ്ങനൊരു ഇതുണ്ടാവില്ലേ? ഫൈനൽ സേ പാർട്ടി തന്നെയായിരിക്കും. പാർട്ടിയുടെ സേയിൽ പിന്നെ ഒരു അഭിപ്രായം ഞാനും പറയും. അത് പിന്നെ പാലക്കാടിനും പാർട്ടിക്കും അവിടുത്തെ ജനങ്ങൾക്കും ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാവുന്ന പിന്നെ കേരളത്തിൻ്റെ നിയമസഭക്കകത്ത് പിന്നെ ഒരു പ്രതിപക്ഷ ധർമ്മം എന്നൊന്നുണ്ട്. ഒന്ന് ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഒരു ജനപ്രതിനിധികൾക്ക് ഒരു മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ പിന്നെ അവരൊരുമിച്ച് കൊണ്ടുപോകുന്ന കാര്യത്തിലുള്ള നിരന്തര ഇടപെടലുകൾ നടത്തുക. 2 പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ അത് പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം ചോദ്യം ചെയ്താൽ മതിയാവില്ല. അത് തിരുവനന്തപുരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജനങ്ങളും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഒരു പ്രതിപക്ഷ MLA കേരള നിയമസഭയിൽ ചോദിക്കേണ്ടി വരും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി തന്ന അവസരങ്ങൾ എത്രയോ അടിയന്തര പ്രമേയങ്ങൾ, എനിക്ക് തോന്നുന്നു ഈ ഒരു അടിയന്തര പ്രമേയങ്ങൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഇഷ്യൂസിനകത്ത് അവതരിപ്പിച്ച 2-3 പേരെടുത്താൽ ഒരു പേരിലാവാൻ എനിക്ക് പാർട്ടി മുന്നണിയും അവസരം തന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഇനി സഭയിലേക്ക് പുതിയൊരാൾ വരുമ്പോൾ അതുപോലെ ഈ ചെയ്തികളെ കേരള നിയമസഭക്കകത്ത് കേരളീയ പൊതുസമൂഹത്തിന് വേണ്ടി ചോദ്യം ചെയ്യാൻ കഴിയാവുന്ന ഒരു ശബ്ദമാവണം എന്നുള്ളത്
അവിടുത്തെ ജനങ്ങളും ആഗ്രഹിക്കും, പൊതുജനങ്ങളും മണ്ഡലത്തിൻ്റെ പുറത്തുള്ളവരും ആഗ്രഹിക്കും. ഈ പൊതുവെ ഈ നിയമസഭ അറിയാലോ ഭയങ്കര ഗൗരവമുള്ള ചർച്ചകൾ നടക്കുന്നത്, നിങ്ങളെല്ലാവരും വളരെ ഗൗരവമുള്ള ചർച്ചകൾ പങ്കെടുക്കുകയും നയിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഈ സഭയ്ക്ക് മൊത്തത്തിൽ ഒരു ലാഘവത്വം അല്ലെങ്കിൽ ഈ ഇടപെടലിനും പെരുമാറ്റത്തിനൊക്കെ നിങ്ങളുടെ ഒരു ചെറുപ്പക്കാരുടെ ഒരു സംഘം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ മിസ് ചെയ്യുന്നത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു സൗഹൃദവും ഒക്കെ. അല്ല, ഇവിടെ സത്യം പറഞ്ഞാൽ പിന്നെ എനിക്കിതിനകത്ത് ഒരു തരത്തിലുള്ള എന്താ എങ്ങനെ പറയാനെ വിശേഷിപ്പിക്കുക, ഈ അസംബ്ലിക്കകത്തെ പ്രവർത്തനങ്ങളിൽ, അസംബ്ലിക്കകത്ത് കാര്യം പറയുന്നതിൽ കിട്ടുന്ന അവസരങ്ങളിൽ, മന്ത്രിമാരെ അഡ്രസ്സ് ചെയ്ത് പറയുമ്പോഴോ അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോഴോ, നേരത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ വികസന കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക, എന്നെ അതിനൊന്നും ചെയ്യുന്നതിൽ എന്നെ തടസ്സപ്പെടുത്തുന്ന ഫാക്ടറുകൾ അധികം ഇല്ലാത്ത, നമ്മുടെ ഒരു രാഷ്ട്രീയമായിട്ട് ചലഞ്ചിങ് ആണെങ്കിലും നമ്മുടെ ഒരു കംഫർട്ട് സോണിലും ഞാൻ തെളിച്ച വാക്ക് പറഞ്ഞാൽ ഒരു ഓർഗാനിക് ഇൻസ്റ്റിങ്ക്റ്റ് ഇതിനെ മാച്ച് ചെയ്യുന്നതായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇന്ന് നമ്മളെ വിലയിരുത്തുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു പിന്നെ ചെയ്യുന്ന പിന്നെ ജോലിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നതിനകത്ത് ഞാൻ ഓർഗാനിക്കായിട്ടുള്ള ഒരു പിന്നെ കൃത്രിമമായ പ്രിപ്പറേഷൻസ് ഇല്ലാതെ തന്നെ അസംബ്ലി പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതുവരെ തിരിഞ്ഞു നോക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അതിനി പാർലമെൻറ്റിൽ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ ശ്രമിക്കും, അതെങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിലിപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കൺവീനിയൻസ് ഉണ്ടല്ലോ, നമുക്ക് കാര്യങ്ങൾ പറയാനും അവതരിപ്പിക്കാനും കിട്ടുന്ന ഒരു കൺവീനിയൻസിൻ്റെ അവസരങ്ങളിലൊന്ന്. 2, എനിക്ക് നല്ല സൗഹൃദ വലയം അസംബ്ലി 2011 മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ ആളുകൾ ചെറുതായിട്ടൊക്കെ പോയി മറിഞ്ഞൊക്കെ ഇരുന്നെങ്കിൽ പോലും നല്ലൊരു സൗഹൃദ വലയം, ഒരു യങ് MLAസിൻ്റെ ഒരു ടീം, അവരൊക്കെ ആയിട്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയതിന് സൗഹൃദങ്ങൾ, അത് പിന്നെ നന്നായിട്ട് പിന്നെ അസംബ്ലി പ്രവർത്തനങ്ങൾക്ക് അതൊരു രസമായിരുന്നു. ഒരു ടീമുണ്ടായിരുന്നു. പണ്ടൊക്കെ ഒരു KSU പ്രസിഡൻറ്റോ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റോ ആരെങ്കിലും 1-2 ആളുകൾ ജയിച്ചു വരും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇങ്ങനെ എണ്ണുമ്പം പിന്നെ ഇപ്പം വിഷ്ണുവേട്ടൻ തൊട്ട് ചാണ്ടി ഉമ്മൻ വരെയുള്ള ആളുകൾ ഇപ്പോൾ അസംബ്ലിയിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആളുകളുണ്ട്. അതിലിപ്പം സൗഹൃദം വിഷ്ണുവേട്ടനായിട്ടാണെങ്കിലും ഇപ്പോൾ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടാണെങ്കിലും പിന്നെ ഇപ്പം അൻവർ സാദത്ത്, റോജി M. ജോൺ, എൽദോസ് കുന്നപ്പള്ളി, IC ബാലകൃഷ്ണൻ, ഇച്ചിരി സീനിയർ ലെവലിലെടുത്ത് നോക്കുകയാണെങ്കിൽ AP അനിൽകുമാർ, അദ്ദേഹമൊക്കെ ആയിട്ട് നല്ല വ്യക്തിബന്ധം. പിന്നെ അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യാത്രകൾ, ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിലൊക്കെ ആ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഗവൺമെൻറ്റിൽ വെന്നിച്ചേട്ടനുണ്ടായിരുന്നു. വെന്നിച്ചേട്ടൻ്റെ അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൂടെ അവിടുന്ന് അവരെല്ലാവരും കൂടി അവിടെ പ്രതാപേട്ടൻ്റെ അവിടെ അവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്ന സമയം. ഇപ്പോൾ UDFൽ തന്നെയാണ് KM ഷാജി ഉണ്ടായിരുന്നപ്പോഴും പിന്നെ ശംസുദ്ദീനും നജീബ് കാന്തപുരം ഇപ്പോൾ വന്നിരുന്ന സമയത്ത്. അപ്പം ഇവരൊക്കെ ആയിട്ടൊരു മിങ്കിൾ ചെയ്തിട്ട് പിന്നെ അങ്ങനെ പോകാൻ പറ്റുന്നു. അപ്പം ഞാനും അൻവർ സാത്ത് ഒരു തൊട്ടടുത്ത സീറ്റിലായിരിക്കും. ഇന്നിപ്പോൾ അസംബ്ലി പിരിഞ്ഞ് കഴിഞ്ഞിട്ട് സാത്ത് പറഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഞാൻ അസംബ്ലി അപ്പം ഞാൻ പറഞ്ഞു അസംബ്ലിയിൽ നിന്ന് ഇനി ഫോട്ടോ എടുത്താലും ഞാൻ നമുക്ക് അസംബ്ലി പിരിഞ്ഞ് കഴിഞ്ഞിട്ട് എടുക്കാം. ബിസിനസ് അവേഴ്സിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ. അസംബ്ലി പിരിഞ്ഞ് കഴിഞ്ഞിട്ട് എടുക്കാം. നമ്മൾ രണ്ടാളും ഒരു സീറ്റിൽ അടുത്തിരുന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തു. അതൊക്കെ ഇപ്പം ഇതൊന്നും ആർക്കും ജീവിതാവസാനം വരെ എഴുതി കൊടുത്തിട്ടുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ. ഇവിടെ വന്ന് പ്രവർത്തിക്കാനും ഈ അവസരം കിട്ടാനും എത്രയോ വലിയൊരു അവസരം എന്നെപ്പോലെ ഈ പ്രായത്തിൽ എന്നെപ്പോലെ ആൾക്ക് കിട്ടി. ഇതൊന്നും കിട്ടാതെ ഈ പാർട്ടിക്ക് വേണ്ടി ചോരനീരാക്കി അധ്വാനിച്ചുള്ള എത്രയോ സീനിയേഴ്സ്, വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ, ഒരു തവണ പോലും മത്സരിക്കാൻ പോലും അവസരം കിട്ടാതെ നിൽക്കുന്ന എത്രയോ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അധ്വാനം കൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ ഇവിടെ വരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇതിങ്ങനെ മാറ്റം കിട്ടുക, എന്നെ 10ൽ നിന്ന് 9ലേക്കല്ലല്ലോ 11ലേക്കാണല്ലോ പാർട്ടി അയച്ചിട്ടുള്ളത്. അതൊക്കെ പാർട്ടി തരുന്ന അവസരങ്ങളല്ലേ. ഈ 13 വർഷത്തൊരു ഒരു കേരള നിയമസഭയിലെ ഈ ഒരു ജീവിതം, ഈ 13 വർഷത്തിൽ ചെറിയ ചെയ്യുന്നൊരു മൊമെൻ്റ് ഏതായിരിക്കും ഷാഫിക്ക്? ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. എനിക്ക് ഒരു മൊമെൻ്റ് എടുത്ത് പറയാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാർ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന 5 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ ഇരിക്കാൻ പറ്റിയത് തന്നെയാണ്. അത് ലൈഫിൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ശേഷമൊക്കെ നിയമസഭയിലേക്ക് എത്തുന്ന ഒരാൾക്ക് ഞാൻ പിന്നെ അവസരമില്ല. ഉമ്മൻചാണ്ടിയോടൊപ്പം നിയമസഭയിൽ ഇരിക്കാൻ പറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരവസരം ഇനി വരുന്നവർക്കില്ല.
അതൊരു ചെറിയ അവസരമല്ല. നമ്മൾ പല കാര്യങ്ങളും കാണുകയും പഠിക്കുകയും അത്ഭുതപ്പെടുകയും അതൊക്കെ ശരിക്കും അതൊരു ഒരു ക്ലാസ് റൂം എക്സ്പീരിയൻസാണ്. നമുക്ക് ഒട്ടും ബോറടിക്കാത്ത യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അതിൻ്റെ മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതായത് പിന്നെ തീർന്നു പോകരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളായിരുന്നു ആ കാര്യത്തിൽ. ഇപ്പം ആദ്യം നമ്മളൊരു തുടക്കക്കാരനൊക്കെ ആയിട്ട് വന്ന് നിൽക്കുമ്പം ഇപ്പം ഞാൻ 2011 ഇങ്ങനെ എൻ്റെ ലീഡ് ഇങ്ങനെ അവിടെ ഇങ്ങനെ ജയിച്ച് വരുമ്പോഴെനിക്ക് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു വിളി വരിക. അപ്പം ആ വിളി വരുമ്പം സാറേ താങ്ക് യു എന്തായി മൊത്തത്തിൽ സാർ എന്ന് പറയുമ്പം അതിങ്ങനെ പിന്നെ 68, 70, 71 ഒക്കെ ആയിട്ടാണ് ഞാൻ അന്തം വിടുക. എന്താ സാറേ ഇങ്ങനെ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതങ്ങനെ നമുക്ക് വരട്ടെ, നമുക്ക് നോക്കാം, എന്തായാലും താൻ ജയിച്ചല്ലോ എന്ന് പറഞ്ഞ സെക്കൻഡ് തൊട്ട് ഈ 72 ആളെയും വെച്ചിട്ട് 5 വർഷം എന്നാൽ വെറുതെ ഒന്നും ചെയ്യാതെ തള്ളി നീക്കുകയല്ല. കേരളത്തിലുണ്ടായ ഇപ്പം എടുത്തു കാണിക്കപ്പെടുന്ന പല മേജർ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിൻ്റെയും കണ്ണൂർ വിമാനത്താവളം, കൊച്ചി മെട്രോ, വിഴിഞ്ഞം തൊട്ട് ഗെയിം ചേഞ്ചേഴ്സ് ആയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ 72 ആളെയും വെച്ചിട്ട് ഈ 5 വർഷത്തിനുള്ളിൽ മേജർ സ്റ്റെപ്സിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതുമാത്രമല്ല നിശ്ചിതമായ വിമർശനങ്ങൾ, അതിനിശ്ചിതമായ ചെരുപ്പോങ്ങി കാണിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ നടന്നൊരു നിയമസഭക്കകത്ത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സാധാരണക്കാരൻ്റെ ഒരു അപേക്ഷയും കൊണ്ട് അപ്പുറത്തുനിന്ന് ഒരാൾ ഇവിടെ വരുമ്പോൾ എന്നതാ ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ട് അത് ചോദിച്ചറിഞ്ഞ് വളരെ ഒരു കമ്പാഷനോട് കൂടി അത് അവർക്ക് പാസ്സാക്കി കൊടുക്കാവുന്ന, അതിപ്പം പുള്ളി കൊടുക്കുന്ന ഔദാര്യമല്ല, പക്ഷേ ആ പുള്ളിക്കെതിരെ നടത്തുന്ന വിമർശനങ്ങൾ ഒരു സാധാരണക്കാരൻ്റെ അവകാശം നിഷേധിക്കുന്നതിന് കാരണമാവരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോടെ ഒരാൾ ഈ ജനതയെ മുഴുവൻ ചേർത്ത് പിടിച്ച് നടക്കുന്ന കാഴ്ച അവിടെ കാണാം. അപ്പോൾ താങ്കൾ ചോദിച്ച വളരെ പ്രസക്തമായൊരു ചോദ്യം, എന്താണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്ന 5 വർഷം ആ സഭയിൽ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ മൊമെൻറ്റിലും ഷാഫി അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ആബ്സെൻസ് സാറിൻ്റെ തന്നെയായിരിക്കും. സംശയമുണ്ടോ? ഞാനതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. ഇപ്പം എൻഡ് ഓഫ് ദ ഡേ നമ്മളൊക്കെ മനുഷ്യരാണ്. ഇപ്പം നമ്മുടെ ഒരു പരിപാടിക്ക് പിന്നെ 200 ആൾ പങ്കെടുക്കും എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ 500 ആളെ കാണുമ്പോൾ സന്തോഷിക്കുന്ന സാധാരണ മനസ്സല്ല, എല്ലാ കുറവുകളും ഉള്ള, എല്ലാ പോരായ്മകളും ഉള്ള ഒക്കെ സാധാരണ മനുഷ്യരാണ് നമ്മളൊക്കെ. അപ്പോൾ 200 ആൾ പങ്കെടുക്കേണ്ട പരിപാടിക്ക് 500 ആളെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് സന്തോഷിക്കും. 1000 ആളെ പ്രതീക്ഷിച്ചൊരു പരിപാടിക്ക് 20,000 ആളുകൾ വന്ന് നിൽക്കുമ്പോൾ അതാദ്യം ആരെ കാണിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക? സാറേ വടകരയിൽ വന്ന് ഇറങ്ങിയപ്പോൾ ചിലപ്പം സാറ് വരുമായിരുന്നല്ലോ, ഞാനവിടെ മത്സരിക്കാൻ, ഞാൻ ആ സ്ഥാനാർത്ഥി ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൺവെൻഷൻ നിർബന്ധമായിട്ടും വരണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ വന്നിട്ടുണ്ട്. ഇത്രയും ആളവിടെ വന്നത് പുള്ളി കാണുമ്പോൾ പുള്ളിയുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷവും ഉണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുകയും ചിലപ്പം കെട്ടിപ്പിടിക്കുകയൊന്നുമില്ല, ഒരു ചിരിയേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. അല്ലെങ്കിൽ പുറത്ത് ചീത്ത പറയുന്നത് അങ്ങനെ, ഏറ്റവും വലിയ ചീത്ത താനൊക്കെ എന്താടോ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം അത് ഭയങ്കര ചീത്തയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം അങ്ങനത്തെ ഒരു സംഭവം, ഇതുപോലെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ്, ഇതുപോലെ ജനക്കൂട്ടം, ഇപ്പം പുലർച്ചെ 4:30 മണിക്കൊക്കെ പിന്നെ പര്യടനത്തിന് അവിടെ ആളുകൾ കാത്തുകയായിരുന്നു. സാറേ എന്ന് വിളിച്ച് പറയാനുള്ള ഒരു അവസരം എനിക്കുണ്ടായില്ലല്ലോ. 1,00,000-ലധികം വോട്ടിന് വടകരയിൽ നിന്ന് ജയിച്ച് വന്നിട്ട് അങ്ങനെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അസംബ്ലിയിൽ മാത്രമല്ല, എനിക്ക് ഇനിയിപ്പോൾ അത് എൻ്റെ മാത്രമല്ല കേട്ടോ, അത് അതേമായിട്ട് അതിനിപ്പം വേറെ ഇതൊന്നുമില്ല, അതെല്ലാവർക്കും മിസ് ചെയ്യാൻ പോകുന്നൊരു പ്രസൻസ് തന്നെയൊക്കെ ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം, അദ്ദേഹം മരിച്ച ശേഷം ജനിക്കുന്ന കുട്ടികൾ പോലും, പൊളിറ്റിക്സിലേക്ക് വരുന്ന വിദ്യാർത്ഥികളോ ചെറുപ്പക്കാർ പോലും, ഞാൻ വിശ്വസിക്കുന്നു അവർ, കാരണം ഇന്നത്തെ കാലം ആ കാര്യങ്ങളൊക്കെ അവരിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായ പലതും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ അത്തരം അറിവുകളിലൂടെ ഒരുപക്ഷെ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നവരായിട്ടായിരിക്കും അദ്ദേഹം മരിച്ച ശേഷം ജനിക്കുന്ന ആളുകൾ പോലും പൊതുപ്രവർത്തന രംഗത്തുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറ്, ഉമ്മൻചാണ്ടി സാറ്, നാണി സാറ്, അതുപോലെ ഈ 13 വർഷം നിയമസഭയിൽ ഇരുന്ന ഒരാൾ കൂടെ ഇരുന്ന മനുഷ്യന്മാരല്ലേ, സ്വന്തം ബെഞ്ച്, പ്രതിപക്ഷ ബെഞ്ചിലായാലും ഭരണപക്ഷ ബെഞ്ചിലായാലും. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഉമ്മൻചാണ്ടി സാറ്, പിന്നെ KM മാണി സാറ്, TM ജേക്കബ് സാറ് അസംബ്ലി പ്രവർത്തനങ്ങളിലൊക്കെ അവൻ പിന്നെ അതുപോലത്തെ അധികായർ ഇരുന്നിട്ടുണ്ട്. ഞാൻ അപ്പുറത്താണെങ്കിൽ VS ഉൾപ്പെടെയുള്ള ആളുകൾ, കൊടിയേരി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇരിക്കുന്ന സഭയിലേക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആരും മോശമായിട്ടല്ല, പക്ഷേ ചില സ്റ്റാൾവാർഡ്സ് ഉണ്ടല്ലോ,
നമ്മൾ ഇനി അധികം ഇനി ആർക്കും അങ്ങനെ കിട്ടാതെ ചില എക്സ്പീരിയൻസ് ഒരു ജനറേഷൻ ഗ്യാപ്പ് പറയല്ല, പക്ഷെ ചില കാര്യങ്ങളിൽ ഇപ്പം അതൊന്നും എപ്പോഴും ആവർത്തിക്കപ്പെടുന്ന ആളുകളല്ല. ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഓരോ 5 വർഷം കൂടുമ്പോൾ കേരള രാഷ്ട്രീയത്തിലോ പൊതുരംഗത്തോ വരുന്ന ഒരാൾ, അതൊരു ലൈഫ് ടൈമാണ്. അപ്പോൾ എൻ്റെ നിയമസഭാ പ്രവർത്തനങ്ങളിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അതായിരിക്കും. ഈ രണ്ട് പ്രതിപക്ഷ നേതാക്കളുടെ തമ്മിൽ എന്തൊരു ഇപ്പോൾ രമേശ് ചെന്നിത്തലയോടൊപ്പം അതിൽ തന്നെ ഇപ്പോൾ വി ഡി സതീശനോടൊപ്പം ഇരുന്നുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു ഇവർ രണ്ടുപേരോടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഷാഫി എങ്ങനെ കമ്പയർ ചെയ്യും? അല്ല, അത് വെച്ചാൽ ഓരോരുത്തർക്കും ഒരു ശൈലിയാണ്. നമ്മൾ അതിനകത്തൊരു കമ്പയർ ചെയ്തിട്ട് പ്ലസും മൈനസിലേക്ക് പ്ലസും മൈനസും അല്ല, വ്യത്യസ്തമായിട്ടുള്ള ശൈലികളാണ്. രമേശ് ചെന്നിത്തല ഒരു മോശം പ്രതിപക്ഷ നേതാവായിരുന്നില്ല. ഞാൻ പറഞ്ഞ അവസാനത്തെ തെരഞ്ഞെടുപ്പ് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും UDF നല്ല മേൽക്കോയ്മ ഉണ്ടാക്കി. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ പറഞ്ഞൊരു ഗവൺമെൻറ്റാണ് 2021 പിണറായി വിജയൻ്റെ ഗവൺമെൻറ്. അതൊരു പൊളിറ്റിക്കൽ റീസൺസിൻ്റെ പേരിൽ ഉണ്ടായ ഒരു ഗവൺമെൻറ് അല്ല. അതൊരു പോസ്റ്റ് കോവിഡ് എന്ന് നമ്മളിപ്പോൾ പറയുന്ന പല പ്രയാസങ്ങളെപ്പോലുള്ളൊരു പ്രയാസം എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം പിന്നെ അല്ല, അദ്ദേഹം ഒരു മോശപ്പെട്ട പ്രതിപക്ഷ നേതാവായിട്ടല്ല. പിന്നെ ഇപ്പം VD സതീശൻ പിന്നെ നിയമസഭ നടത്തുമ്പോഴും നമ്മളിപ്പോൾ ഇതുവരെയുള്ള എല്ലാ ഔട്ട്കമും UDF സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടാണ്. അപ്പോൾ അദ്ദേഹം അസംബ്ലിയിൽ കാര്യങ്ങൾ പറയുന്നതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും അപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ പിന്നെ ലേൺഡാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. രമേശ് ചെന്നിത്തല CPM-നെതിരെ കൊണ്ടുവന്ന പല ആരോപണങ്ങൾക്കും പിന്നെ അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. VD സതീശൻ നിയമസഭയിൽ ഇവർക്കെതിരെ പറയുന്ന പല കാര്യങ്ങൾക്കും അവർക്ക് അതിന് ക്രോസ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അത് പിന്നെ കോംപ്രഹെൻസീവാണ്, ക്ലിയറാണ് നിയമസഭക്കകത്തെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. ഉമ്മൻചാണ്ടി സാറുടെ കേന്ദ്രൻ്റെ ശൈലി അല്ലല്ലോ പിന്നെ വേറൊരാളുടെ ശൈലിയായിട്ട് വരിക. ശൈലികളിലെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF സംബന്ധിച്ചിടത്തോളം ദേ ആർ ഡൂയിങ് ഗുഡ് ഫോർ ദ സ്റ്റേറ്റ് ആൻഡ് ദ പാർട്ടി. ആ കാര്യത്തിൽ പിന്നെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് കമ്പാരിസൻ്റെ ആവശ്യം വരുന്നില്ല. ഈ നമ്മൾ അവസാനിപ്പിക്കാൻ പോകണം. ഒരു 1-2 ചോദ്യമുണ്ട്. അതായത് അപ്പോൾ റിസൾട്ട് വന്ന ശേഷം K. മുരളീധരൻ പറഞ്ഞൊരു വാചകം, ഈ വടകര ഇങ്ങനൊരു മാറ്റമില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് കോൺഗ്രസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഈ 18-1 എന്നുള്ളൊരു സ്ഥിതി മാറിയാൻ എന്നുള്ളൊരു തോന്നലുണ്ടാകും. അല്ല, മുരളിയേട്ടൻ വടകരയിൽ മത്സരിച്ചാൽ ഉറപ്പായിട്ടും അദ്ദേഹം ജയിക്കുമായിരുന്നു. അതിനകത്തൊന്നും സംശയമില്ല. K. മുരളീധരൻ വടകരയിൽ മത്സരിച്ചാൽ ഉറപ്പായിട്ടും അദ്ദേഹം ജയിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം എന്നാൽ ഞാനൊന്ന് മാറാം, ഇനിയിപ്പം ഇവിടെ വേണ്ട, ഇവിടെ ശരിയാവില്ല എന്ന് പറഞ്ഞു പോയതല്ല. പത്മജ പാർട്ടി വിട്ടപ്പം അത് പെട്ടെന്നൊരു പ്രതിസന്ധി പാർട്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. അതിനെ അങ്ങനെ പിന്നെ സീരിയസ് ആയി ഫൈറ്റ് ചെയ്യാൻ പാർട്ടി തീരുമാനിക്കുന്നു. അപ്പോൾ അത് നടന്ന സ്ഥലത്ത് തന്നെ ഒരു വലിയ ഫൈറ്റിന് ഒരാളെ നിയോഗിക്കുമ്പോൾ മുരളിയേട്ടൻ്റെ ഫിഗറാണ്. ഇപ്പം നേമത്ത് ശ്രീ ശിവൻകുട്ടി മന്ത്രിയായിട്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം K. മുരളീധരൻ അവിടെ ഒന്ന് മത്സരിച്ചാണല്ലോ. അപ്പോൾ അതിനൊരു ആർജവമുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാൻ കഴിയാവുന്ന ആളാരാണെന്ന് പാർട്ടി അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നാമത്തെ പേരിലേക്ക് വന്ന് നിൽക്കുന്നു. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ആ തീരുമാനത്തെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു ഫൈറ്റ് അദ്ദേഹം നടത്തുന്നു. അദ്ദേഹം അവിടെ ഫൈറ്റ് ചെയ്തതിൻ്റെ ഗുണം ഇപ്പോൾ തൃശ്ശൂർ ജയിച്ചില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഒരു കാര്യം ആലോചിക്കണം. ഒരു പക്ഷേ അത്തരം ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ ബാക്കി 19 സ്ഥലങ്ങളിലും നടത്തപ്പെടുമായിരുന്നൊരു പ്രചരണമുണ്ട്. ഈ BJP-യിലേക്ക് ഒരാൾ പോയതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിലെ അഡ്മിനെ പോലും ഒപ്പം കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിൽ ഒരാൾ പോയതിൻ്റെ പേരിൽ നടത്തപ്പെടുമായിരുന്നൊരു പ്രചരണത്തിന് അതിന് സീരിയസ് ഫൈറ്റ് ചെയ്ത് അതിൻ്റെ മുനയൊടിച്ചത് മുരളിയേട്ടൻ്റെ സ്ഥാനാർത്ഥിത്വം. K. മുരളീധരൻ വടകരയിൽ മത്സരിച്ചതിൻ്റെ പ്ലസ് ഷാഫി പറമ്പിൽ തൊട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നെ ശശി തരൂർ വരെയുള്ള അല്ലെങ്കിൽ പിന്നെ അടൂർ പ്രകാശ് വരെയുള്ള കേരളത്തിലെ ബാക്കി 19 UDF സ്ഥാനാർത്ഥികൾക്കും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പിന്നെ ഏറ്റെടുത്ത ഒരു ഫൈറ്റിൻ്റെ ബെനിഫിറ്റ് ഞങ്ങളൊക്കെ ജയിച്ചതിൽ K. മുരളീധരൻ്റെ ആ ഫൈറ്റിനൊരു പങ്കുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ജയത്തിൽ ചിലപ്പോൾ വടകര നിന്ന് അദ്ദേഹം ഉറപ്പായിട്ടും ജയിക്കുമായിരുന്നു. നിയമസഭയിൽ തീപ്പൊരി പ്രസംഗം നടത്തുന്ന അല്ലെങ്കിൽ ആളുകളുമായിട്ട് ആത്മബന്ധം പുലർത്തുന്നതിനപ്പുറത്തേക്ക് ഈ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന, സിനിമ കാണുന്ന, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന അങ്ങനെ ഷാഫി പറമ്പിലുണ്ട്.
ഞാൻ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ആരെങ്കിലും പറഞ്ഞിരുന്നുണ്ട്? ഇല്ല, എനിക്കറിയാമല്ലോ. ഉണ്ട്. അതിനൊന്നും മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആ ഇഷ്ടങ്ങളെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് കൂടെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പാലക്കാട് MLA ആയിട്ട് വരുമ്പോൾ പാലക്കാട്ടെ കുട്ടികൾ ഒരു സിന്തറ്റിക് ട്രാക്കിൽ പരിശീലനത്തിന് പോയിരുന്നത് കോയമ്പത്തൂരാണ്. അവിടുത്തെ കുട്ടികൾ ഒരു സമയം ഓട്ടം കഴിഞ്ഞാൽ അവർ വരുമ്പോൾ ഇവർ കയറി കൊടുക്കണം. അവർ മൺ ട്രാക്കിൽ ഓടിയിട്ടും ഗ്രൗണ്ടിൽ ഓടിയിട്ടും റിസൾട്ട് ഉണ്ടാക്കിയിരുന്നത്. അവിടെ ഒരു സിന്തറ്റിക് ട്രാക്ക് കൊണ്ടുവരാൻ പിന്നെ ഉമ്മൻചാണ്ടി സാറ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സാധിച്ചു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മെഡലുകൾ അവരുടെ കഴിവാണ്, അവരുടെ മിടുക്കാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ്, ഞങ്ങളുടെ ആരുടെയും ഔദാര്യമല്ല. അവരുടെ നികുതി പണം കൊണ്ട് അവർക്ക് ഒരുക്കി കൊടുക്കേണ്ട ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ അതവിടെ കൊണ്ടുവരുന്നതിൽ പിന്നെ ഒരു ലീഡ് റോൾ എടുക്കാൻ എനിക്ക് സാധിച്ചു. പാലക്കാട്ടെ ആദ്യത്തെ ഗവൺമെൻറ് ഫുട്ബോൾ ടർഫ് MLA ഫണ്ടിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിയമസഭയിൽ അവസാനമായിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു കത്ത് മേടിച്ചു കൊടുത്തത് ഇറ്റലിയിലേക്ക് റോളർ സ്കേറ്റിങ്ങിലേക്ക് ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടൊരു കുട്ടിക്ക് പോവാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ, അപ്പോൾ ഈസ് എ ഗുഡ് പെർഫോമർ, പാലക്കാട്ടുകാരനാണ്. ഇപ്പോൾ ശ്രീശങ്കർ നമ്മുടെ സിന്തറ്റിക് ട്രാക്കിലാണ് ട്രെയിൻ ചെയ്യുന്നത്. ഈ ഒളിമ്പിക്സിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രോസ്പെക്ട്സ് ആവേണ്ടതാണ്. ചെറിയൊരു ഇഞ്ചറി വന്നു, അത് പക്ഷേ മേജർ ഇഞ്ചറി ആയി. പക്ഷേ ഈസ് എ ഫൈറ്റർ, അയാൾ അതിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരും. ഞാൻ ഇന്നലെയും സംസാരിച്ചത്. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളെ സ്പോർട്സ് ഉൾപ്പെടെ പിന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ കുട്ടികൾക്ക് ഗുണപരമായിട്ട് എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് പരിശോധിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് ജനങ്ങളാണ് പറയേണ്ടത്. ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒഫീഷ്യൽ മെമ്പറാണ് ക്ലബിൻ്റെ. ഈ ഫുട്ബോളിനോടും ക്രിക്കറ്റിനോടൊക്കെ ഇഷ്ടവും നമ്മൾ കളിക്കുകയും ഒക്കെ ചെയ്യുന്ന അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. അത് നമ്മുടെ ഒരു വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കപ്പുറത്തേക്ക് അത് ഇവിടുത്തെ യങ്സ്റ്റേഴ്സിനെ കണക്ട് ചെയ്യാനും കൂടെ ഉള്ള ഏറ്റവും ഇപ്പം ലഹരിയും മറ്റു കാര്യങ്ങളൊക്കെ വെറുതെ അരുത് എന്ന് പറയുന്നത് അവരെ പോസിറ്റീവായിട്ട് എൻഗേജ് ചെയ്യേണ്ട സാധനമാണ്. സിനിമ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റർടൈൻമെൻറ്റാണ്. ഭക്ഷണം വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. ഇതൊന്നും വേറൊരാളെ ഹനിക്കാത്തിടത്തോളം, വേറൊരാളുടെ സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കാത്തിടത്തോളം ആ ഇഷ്ടങ്ങളെ മുറുകെ പിടിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു പദവി മാറി ഞാനിപ്പം MP ആയി എന്ന് വിചാരിച്ചിട്ട് ഇനി ക്രിക്കറ്റ് ബാറ്റ് കയ്യിലെടുത്ത് എൻ്റെ ഒന്നും കൊഴിഞ്ഞു പോകില്ല. ഞാൻ പിന്നെ MP ആയി, അതുകൊണ്ട് ഇനി സിനിമ റിലീസിൻ്റെ അന്ന് പോയി കണ്ട ഒരു കുഴപ്പമില്ല. സമയം സാവകാശം കിട്ടുകയാണെങ്കിൽ ഇനിയും ആ ഇഷ്ടങ്ങൾ തുടരാൻ തന്നെയാണ്. നമ്മൾ ഈ ഡൽഹിയിലേക്ക് പോകുന്നു പറയുമ്പോൾ ഇടയിൽ മറ്റേ ഹിന്ദി അക്ഷരമാല വാങ്ങി അല്ലെങ്കിൽ ഹിന്ദി അക്ഷരമാല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മനുഷ്യരെ നമ്മൾ ഇതാണ് ട്രോൾ ചെയ്യാറുണ്ട്. ഹിന്ദി അങ്ങനെ പ്രശ്നമുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നമാവുമോ? ഞാൻ ഇംഗ്ലീഷിലായിരിക്കും കംഫർട്ടബിൾ. പക്ഷേ ഹിന്ദിനെ പിന്നെ ജഗതി പറഞ്ഞ നിലക്ക് ശത്രുപക്ഷത്ത് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നമുക്ക് ഡേ ടു ഡേ യൂസ് ചെയ്യേണ്ടി വരാതിരിക്കുന്നതിൻ്റെ ചില പരിമിതികളുണ്ടാകും. ബട്ട് അതിൽ ഓവർകം പിന്നെ ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഇംഗ്ലീഷിലായിരിക്കും കംഫർട്ടബിൾ, ഉപയോഗിക്കേണ്ടടുത്ത് ഹിന്ദി ഉപയോഗിക്കും. ഈ ഓവർകം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ പല ഘട്ടങ്ങളും ഓവർകം ചെയ്തു വന്ന ഒരാളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊരു വലിയ ഓവർകമ്മിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഏതായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.